ഇത്തരം ഭയങ്ങളില്ല, ഇങ്ങനെ ഭയങ്ങളില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും പ്രിറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഭയം, അപ്പം ഒരാള് അനുഭവങ്ങളോട് പ്രകൃതി അനുഭവങ്ങൾക്ക് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു, അനുഭവങ്ങളോട് എടുത്ത് ചാടുന്നു, അനുഭവിക്കുന്നു. അങ്ങനെ പല അനുഭവങ്ങളാകുമ്പോൾ ഒരു സംസ്കാരങ്ങൾ ഉണ്ടായി, ഒരു മനസ്സ് ഒരു മെച്യൂരിറ്റിയിൽ എത്തിയിട്ടായിരിക്കും ഒരു വിഷയം ഒരു പർട്ടിക്കുലർ ഭയം പോകും, വേറെ ഭയം അപ്പോഴാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു, പക്ഷെ ഇതൊരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ടൈം കൊണ്ട് ഒരു സഫറിങ് വരുന്നുണ്ട്, ആൻസൈറ്റി, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അപ്പം എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ അത് ശരിക്കും ഒരു ആവശ്യമുള്ള കാര്യമാണോ എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇനിയിപ്പം ചിത്രകലയുടെ അത് ക്ലാസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയാണ് അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാനതിൽ ആലോചിക്കണമെന്നൊന്നും അറിയത്തില്ല. അതായത് നമ്മളിപ്പം ഭയം തോന്നുന്നത് മുന്നേ സാധാരണ അമിഗ്ഡലയുടെ ഒരു ഇതാണ്, ഫിയർ, ആൻസൈറ്റി, ഇതെല്ലാം. അപ്പോൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ എക്സാമ്പിൾ എടുത്താൽ, ആ റിലേഷൻഷിപ്പിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അതിലോട്ട് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാം, അങ്ങനെ അടുത്ത റിലേഷൻഷിപ്പ് ചാടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അതിന് വഴിയാണ്. പക്ഷെ അതിൻ്റെ ആ ആൻസൈറ്റിയുടെ റിയൽ സൊല്യൂഷൻ ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അപ്പോൾ ആൻസൈറ്റി വന്നു അതിനെ അവയർനെസ്സോടെ അത് അനുഭവിക്കാം. അപ്പൊ അങ്ങനെ അനുഭവിക്കുമ്പോൾ ഈ അമിഗ്ഡല ബ്രെയിൻ റീറൈറ്റ് ചെയ്യും, റീപ്രോഗ്രാം ചെയ്യും, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അപ്ലൈ അങ്ങനെ ചെയ്യും. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം ഈ അനുഭവം അവരായിട്ട് അനുഭവിക്കുമ്പോൾ അമിഗ്ഡലയ്ക്ക് മനസ്സിലാവും, ഓക്കെ ഇത് എൻ്റെ സർവൈവലിന് പ്രശ്നമൊന്നും വരുന്നില്ല, അപ്പോൾ കുഴപ്പമില്ല, അങ്ങനെ അത് മാറില്ല. ഒരാൾ ഉപദേശിച്ചാൽ അത് മാറത്തില്ല, കാരണം അതിന് ലോജിക്കില്ല, എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ ക്ലാസ് കേട്ടപ്പോൾ ഇപ്പം നമ്മൾ മ്യൂസിക് നമുക്ക് ട്രിഗർ ചെയ്യാം, ഇമോഷൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫീലിങ്സ് എല്ലാം ട്രിഗർ ചെയ്യും. ചിത്രം നമുക്ക് വിഷ്വൽ എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആലോചിച്ച ന്യൂറോ സയന്റിസ്റ്റും ഒരു വിഷ്വൽ എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ചെയ്യാൻ അറിയാവുന്നതാണ്. പിന്നെ ഇപ്പം ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ആണല്ലോ വേണ്ടത്, പെർസെപ്ഷൻസ് അയാളുടെ അനുഭവങ്ങളൊക്കെ വേറെ. അപ്പോൾ ഒരാൾ പേഷ്യൻ്റ് പോലെ വരികയാണെങ്കിൽ അയാളുടെ കുറേ ഡേറ്റ പോയിന്റ്സ് ആണ്, അയാൾ എന്താണ്, അയാളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആകാം, എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആകാം. അപ്പൊ അതിനനുസരിച്ചിട്ട് അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ എഫക്ട് ഉണ്ടാക്കിയെന്ന് വെച്ചു ഒരു അനുഭവം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും ആർട്ടിഫിഷ്യൽ. എന്നിട്ട് മൈക്രോ ഡോസസിൽ ഒരു തെറാപ്പി പോലെ ഇത് ഇങ്ങനെ അനുഭവിക്കാൻ കൊടുക്കും. അപ്പൊ സഫറിങ് ഇല്ല, അത് മൈക്രോ ഡോസസ് ആയിട്ട് എക്സ്പീരിയൻസ് ഇങ്ങനെ ബ്രെയിൻ എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആഫ്റ്റർ പോയിന്റ് അത് ഡ്രോപ്പ് ചെയ്യും. ഇപ്പൊ ഈ അൺനെസസറി സഫറിങ്ങിന്റെ ആവശ്യമില്ല, അത് പുതിയ എക്സ്പീരിയൻസുകൾ വേണ്ട, പുതിയ ഒരുപാട് സഫറിങ് വേണ്ട. കാരണം മൈക്രോ ഡോസസ് ആയിട്ട് ഇതിന്റെ ആ സഫറിങ് അല്ല ആൻസൈറ്റി അതിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്, ഞാൻ കേട്ട് മുഴുവൻ പറയും. പക്ഷെ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ മനഃശാസ്ത്ര ചികിത്സയിൽ റോഷാക്ക് കാർഡുകൾ എന്നൊരു സംഗതി കേട്ടിട്ടുണ്ട്, സാറിയുണ്ട്. റോഷാക്ക് കാർഡുകൾ എന്ന് പറയുന്ന സംഗതിയാണ്. അത് ഇതേ ടെക്നിക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കുറേ ബേസിക് കാർഡുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരാളെ അനലൈസ് ചെയ്യാൻ വേണ്ടി, അയാളുടെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതുമായിട്ട് ബന്ധപ്പെട്ട സിമ്പലുകളുള്ള അല്ലെങ്കിൽ അത്തരം എലിമെൻസ് ഉള്ള കാർഡുകൾ ഇങ്ങനെ കാണിക്കുക എന്നുള്ളതാണ് അയാൾ റോഷാക്ക് പറഞ്ഞത്. അപ്പോൾ അത് അനുസരിച്ച് ആ കാർഡുകൾ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ചില കാർഡുകൾ കാണിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വയലൻസ് തോന്നുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ ട്രിഗർ ചെയ്യുകയോ ചെയ്യും, ഒരു ആക്ഷൻ മെൻ്റലി ഒരു ഇമോഷണൽ ട്രിഗർ ഉണ്ടാകുന്നതായിട്ട് കാണും. അങ്ങനെ കാണുന്നിടത്തിൽ നിന്ന് ഇതെന്താണെന്ന് അനലൈസ് ചെയ്യാൻ നോക്കുക. എന്തോന്നാണുള്ള പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ ഒരു സൈക്കാട്രിസ്റ്റിനകത്തോട്ട് കയറാൻ വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നിലവിലുണ്ട്. അത് നിലവിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് ഇതില്ലല്ലോ, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒന്നും ഇല്ലല്ലോ. അദ്ദേഹം ബേസിക്കായിട്ട് കുറേ ചിത്രങ്ങളുണ്ടാക്കി, ആ ചിത്രങ്ങളിൽ പലതും കാണിച്ചു കഴിയുമ്പോൾ പലതും മനസ്സിലാവുന്നു. അതുകൊണ്ട് അതിൽ കൂടെ നമുക്കൊരു കീ കിട്ടി കയറുക എന്നുള്ളതാണ്. പിന്നെ അത് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക. ചിലപ്പോൾ ഒരു ജലാശയത്തിൻ്റെ പടം കാണുമ്പോഴായിരിക്കും ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ജലാശയമായിട്ട് അസോസിയേറ്റ് ചെയ്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാണ് അതിലേക്ക് പോകുന്നത്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് കറക്റ്റായിട്ട് ഒരാളുടെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉണ്ടോ ഇത് തീർച്ചയായും ഡെവലപ്പ് ചെയ്തതാണ്, നമ്മളറിയാത്തതായിരിക്കും തീർച്ചയായിട്ടും. കാരണം ആ റോഷാക്കിനെ പഠിക്കുന്നവരെല്ലാം അടുത്ത ജോലി ചെയ്യാതിരിക്കുമോ? അവർ ചെയ്ത് കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു,
അമിഗ്ദല നമ്മൾ കുറേ ഇമ്പൾസസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് പിന്നെ ഈ വ്യക്തിക്ക് പ്രശ്നമില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിന് അവിടെ ശ്രദ്ധിക്കാനുണ്ട്. അമിഗ്ദല സ്ട്രോക്കുകൾ തീർച്ചയായിട്ടും കോഗ്നൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോഗ്നിസൻസ് അല്ല അമീഗ്ദലയുടെ ജോലി, അതിപ്പോൾ കമ്പസാണ് ചെയ്യുന്നത്, സമ്മതിച്ചു. പക്ഷേ അമീഗ്ദലയുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഷോക്കുകളെ കോഗ്നൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഷോക്ക് എന്താണ്, അതിൻ്റെ അനുഭവം എന്താണ്, ഓരോ ഷോക്കുകളുള്ള അനുഭവങ്ങളുടെ ആംപ്ലിറ്റ്യൂഡ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക ബ്രെയിനിൽ എന്നുള്ളതാണ് അമീഗ്ദല. ഇപ്പോൾ എനിക്ക് കിഡ്നി സ്റ്റോൺ വരാറുണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. ആദ്യത്തെ സ്റ്റോൺ വരുമ്പോൾ ഉണ്ട ഒരു സഫറിങ്ങോ ഒരു പെയിനോ ഇപ്പോൾ ഉള്ള സ്റ്റോണുകൾക്കില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ബോഡി അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി, ആ പെയിൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. സിമ്പിളാണ്, അതൊന്നുമല്ല. അതൊരു റൊട്ടീൻ ആക്ടിവിറ്റി ആയിട്ട് മാറി കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ വരിക, അത് കുറച്ച് അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബോഡിക്ക് അത് മനസ്സിലായി, ഇതാണ് പെയിൻ മനസ്സിലായി. അതിനുള്ള സൊല്യൂഷനുകളും അത് നമുക്ക് തന്നെ ആ ദാഹം കൂടുതൽ തോന്നുകയോ, ബോഡിക്ക് നല്ലൊരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സ്വയം അത് പ്രാക്ടീസ് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റികളിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഈ സ്വയം ചികിത്സ ഇങ്ങനെ പോകും, നമ്മളറിയാതെ തന്നെ നടത്തിക്കൊണ്ടിരിക്കും. അതെങ്ങനെയെങ്കിലും ഫ്ലഷ് ഔട്ട് ചെയ്ത് ആ സ്റ്റോൺ പുറത്ത് പോകുന്നവരെ ഈ പെയിനുകൾ കാണും. പക്ഷെ നമ്മളിത് പണ്ടത്തെ പോലെ ട്രോമ അതിനകത്തുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഭവിക്കാനുള്ള ട്രോമ എന്ന് പറയുന്നതിനകത്തെ ഒരു അളവ് അമീഗ്ദല സാമ്പിൾ എടുത്തു കഴിഞ്ഞു. എപ്പോൾ? ആദ്യത്തെ സ്റ്റോൺ വന്നപ്പോൾ. ഇതിനകത്ത് പെയിനിൻ്റെ സൈഡ് മാത്രമേ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. നമ്മൾ റെക്കൺസൈൽ ചെയ്യുന്നുണ്ട്. റെക്കൺസൈൽ ചെയ്യുന്നത് നമ്മൾ പെയിൻ മാത്രമാണ്, പെയിനായിട്ട് റെക്കൺസൈൽ ചെയ്തു. പക്ഷേ അമീഗ്ദല അന്ന് അതിനകത്ത് ബ്ലിസ്സും കൂടെ പ്ലഷറും കൂടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന പ്ലഷറാണ് വാസ്തവത്തിൽ അമീഗ്ദല പിന്നീടുള്ള അറ്റാക്കുകളിൽ അതെടുത്ത് ഉപയോഗിക്കുന്നത്. ആ പ്രഷർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള യൂറോ കെമിക്കൽസ്, ഡോപ്പമിനോ അങ്ങനെയൊക്കെ എന്തെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം കറക്റ്റായിട്ട് സ്രവിപ്പിക്കുകയും ആ സമയത്ത് നമ്മളറിയാത്തൊരു മാനേജ്മെൻറ്റിൽ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതാണ് വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളറിയാതെ എല്ലാ ശരീരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് അറിയാൻ പറ്റും. നമ്മുടെ ആൻസൈറ്റിയാണ് ഈ പെയിനെ നമ്മൾ സാറിന് ഉറക്കം പറ്റേ പോയി ഉറങ്ങണം സാർ, ആടി കിലോ കണക്കിന് തൂക്കി തട്ടുകയാണ് കേട്ടോ, ഉറങ്ങണേ പോയി ഉറങ്ങണം. അപ്പോൾ ഈ പിന്നെ നമ്മുടെ ശരീരങ്ങളിലൊക്കെ തന്നെ ഒരു സെൽഫ് സിസ്റ്റം ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇതെന്തുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യാതിരിക്കുന്നത്? നമ്മുടെ ആങ്സൈറ്റി ഫോർ പെയിൻ, ആവശ്യമില്ലാതെ നമ്മുടെ തോട്ട് കൊണ്ട് ഈ പെയിനെ ഇങ്ങനെ പേടിക്കുന്നില്ലേ, അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ബ്രെയിനും അതനുസരിച്ച് അമീഗ്ദലയും ഓവർ റിയാക്ട് ചെയ്തുകൊണ്ട് പെയിൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു മൈൻഡിൻ്റെ ഒരു ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ പെയിനെക്കുറിച്ച് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ പെയിൻ അങ്ങ് വലുതാവുന്നു. ക്യാൻസറിനെ കുറിച്ച് പറയാറില്ലേ, ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവരെ അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, പിടിച്ചാൽ നിൽക്കില്ല എന്ന് പറയുന്ന കാര്യം പറഞ്ഞ പോലെയാണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതങ്ങ് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നുമില്ലാതെ പോയെന്നിരിക്കും. അപ്പോൾ ഇത് അങ്ങനൊരു പോയിൻറ്റും കൂടെ ഉണ്ട്. ഒരിക്കലും ആ അമിഗ്ദല റെഡിയാകുന്നു എന്ന് പറയുന്നത് ശരീരത്തിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടുള്ള ഒരു തിരിച്ചറിവ് കൊണ്ടല്ല, അതിന് അക്കസ്റ്റംഡായിപ്പോയി. അത് അക്കസ്റ്റംഡാകുമ്പോൾ ആ ദുഃഖത്തെ സംബന്ധിക്കുന്ന, ദുഃഖത്തോടൊപ്പം അനുഭവിക്കുന്ന സുഖത്തിൻ്റെ ഭാഗങ്ങളും കൂടി തലച്ചോറ് റെക്കോർഡ് ചെയ്യുന്നു. ആ സുഖം മുഴുവൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നമ്മുടെ മനസ്സിനകത്ത് ഇട്ടുകൊണ്ട് ആ ദുഃഖം വരുമ്പോൾ ഈ സുഖത്തിൻ്റെ എലിമെൻ്റ് ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്കതൊന്നും വലിയ ദുഃഖമൊന്നുമില്ല, എന്തോ ദുഃഖം എന്നൊക്കെ വിചാരിച്ച് വളരെ ഫിലോസഫിക്കലായിട്ട് അതിൽ കിടക്കുന്നു. നമ്മളറിയാതെ നടക്കുന്നൊരു മെക്കാനിസം അങ്ങനെയും കൂടെ ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഈ റോഷക്കാർഡുകളുടെ ഉപയോഗത്തിൽ വരുന്നത് പോലെയുള്ള പുതിയ സങ്കേതങ്ങളൊക്കെ തീർച്ചയായിട്ടും മനഃശാസ്ത്രത്തിലോ അല്ലെങ്കിൽ എന്തിലോ ഒക്കെ വന്ന് കാണാം. എനിക്കതിനെക്കുറിച്ച് അറിയില്ല.